ഒരിക്കൽ ഒരു ഉറുമ്പും പറവയും കൂടെ ഒരു മത്സരം വെച്ചു. എന്താണ് മത്സരം എന്നറിയോ? ആരാണ് ഏറ്റവും ആദ്യം മലയുടെ മുകളിലെത്തുക എന്നുള്ളത്. അങ്ങനെ ഉറുമ്പും പറവയും മത്സരം ആരംഭിച്ചു. പറക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറവ പറഞ്ഞു, ഇത് വേണ്ടാത്തൊരു കാര്യമാണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം, ഇവിടെ ഞാനേ ജയിക്കാൻ പോകുന്നുള്ളൂ. നിനക്കത് സാധിക്കുക പോലുമില്ല. ചിലപ്പോ നീ അവിടെ എത്തുന്നതിന് മുന്നേ മരിച്ചു പോകും. ഇത് വേണോ? ഉറുമ്പ് ഒന്നും പറയാതെ നടത്തം ആരംഭിച്ചു. പറവ വീണ്ടും പലതും പറഞ്ഞു കുത്തി നോവിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി. എന്നിട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ മലയുടെ മുകളിൽ എത്തിച്ചേർന്ന് വീണ്ടും താഴേക്ക് ഉറുമ്പിനടുത്തേക്ക് വന്നു. എടാ മണ്ട, ഞാൻ നിന്നോട് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു ഞാൻ തന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ എന്ന്. നീ ഇവിടെ തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ്, താഴ്വാരം പോലും കഴിഞ്ഞിട്ടില്ല. ഉറുമ്പ് അതൊന്നും കേട്ടില്ല. തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പറവ എങ്ങോട്ടേക്കോ പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉറുമ്പ് മലയുടെ ഏറ്റവും മുകളിലെത്തി. അതിനുശേഷം അവൻ വല്ലാത്തൊരു നിർവൃതിയോടെ ആകാശത്തെയും ചുറ്റിലുമുള്ള സൗന്ദര്യത്തെയും എല്ലാം അവൻ ആസ്വദിച്ചു. അപ്പോ ആ പറവ വീണ്ടും അതിലേ വന്നു. എടാ, മത്സരമൊക്കെ കഴിഞ്ഞു, കാലം എത്രയോ കഴിഞ്ഞു, നീ ഇപ്പോഴാണോ ഇവിടെ എത്തുന്നത്? ഉറുമ്പ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മത്സരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം, നിന്റെ കഴിവല്ല എനിക്കുള്ള കഴിവ്. നിന്റെ പരിധികളോ പരിമിതികളോ അത് നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ എന്റേതും. ഒരുപക്ഷെ ഒരാൾക്ക് വിജയം പെട്ടെന്ന് തന്നെ ലഭിച്ചേക്കാം, എന്നാൽ മറ്റു ചിലർക്ക് അല്പം കാലതാമസം വന്നിരിക്കാം. പക്ഷേ അയാൾ മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. തന്റെ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്ഥിരമായി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായ സമയത്ത് അയാൾ എത്തിച്ചേരേണ്ട വഴികളിൽ എത്തിയിരിക്കുമെന്ന് മാത്രമല്ല, വിജയം സുനിശ്ചിതമാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മളുടെ കഴിവുകള് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. പഠനകാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ആർട്സ് വിഷയങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പുറകിലായേക്കാം. അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരാൾക്ക് പാടാൻ പറ്റിയെന്ന് വരില്ല. പാടാൻ കഴിയുന്ന ഒരാൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോ ഓരോരുത്തരും അവരവരുടെ കഴിവുകളിൽ മിടുക്കരാണ്. പക്ഷെ കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സ്ഥിരോത്സാഹത്തോടെ പരിശീലിച്ചുകൊണ്ടിരിക്കണം, പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ കേട്ടോ. താങ്ക് യു.